കുഞ്ഞിനെ തിരികെ കിട്ടിയ സ്ഥലത്തിനടുത്താണ് അഞ്ജു നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ആ ഇടത്ത് ഇപ്പോൾ നടക്കുന്ന പ്രധാനപ്പെട്ട പരിശോധനകൾ ഏത് തരത്തിലാണ്? കൂടുതലായി ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ, പ്രതിയിലേക്ക് നയിക്കുന്ന ഏതെങ്കിലും തെളിവുകൾ അന്വേഷണ സംഘത്തിന് ആ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടോ അഞ്ജു? സുജ, ഇപ്പോൾ പരിശോധന തുടരുകയാണ്. ശാസ്ത്രീയ പരിശോധനയിലൂടെ പ്രതികളിലേക്ക് എത്താനുള്ള മാർഗം അതാണ് ഇപ്പോൾ പോലീസ് നിർണായകമായിട്ടുള്ള CCTV ദൃശ്യങ്ങൾക്കപ്പുറം ശാസ്ത്രീയ പരിശോധന കൂടി തുടരുകയാണ്. ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഫോറൻസിക് സംഘം, ഒപ്പം തന്നെ തിരുവനന്തപുരം DCP നിതിൻ രാജ്, ഒപ്പം തന്നെ ACP അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇപ്പോഴും ഈ കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്ത് തന്നെ തുടരുകയാണ്. അവിടെ നിന്ന് പല നിർണായകമായിട്ടുള്ള ഉൾപ്പെടെ അവർ ശേഖരിക്കുന്നുണ്ട്. എന്തായാലും ഇതിന് ശേഷം DCPയുടെ പ്രതികരണം നമുക്ക് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അന്വേഷണം ഏത് ഘട്ടത്തിലെത്തി എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പോലീസിന്റെ അന്വേഷണ സംഘം ഈ ബ്രഹ്മോസിന് പുറകിലുള്ള ഈ മതിലിനടുത്ത് ഇവിടെ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് എങ്ങനെ എത്തി? എന്തായാലും അഞ്ജു, സാങ്കേതികമായി എന്തോ തടസ്സമുണ്ട്. അഞ്ജുവിന്റെ ശബ്ദം വ്യക്തമല്ല. അതൊന്ന് പരിഹരിച്ചതിന് ശേഷം അഞ്ജുവിലേക്ക് ഞാൻ തിരികെ എത്താം. ബ്രഹ്മോസിന്റെ മതിലിന് സമീപമുള്ള ഭാഗത്ത്, അതായത് ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച് കിട്ടിയ ഭാഗത്താണ് ഇപ്പോൾ അന്വേഷണ സംഘം, DCP നിതിൻ രാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഞ്ജു ജയപ്രകാശ്, തുടരാം. അഞ്ജു ജയപ്രകാശ്, കേൾക്കാമെന്ന് കരുതുന്നു. ഇപ്പോൾ DCP നിതിൻ രാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ പ്രധാനമായും അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഈ പ്രതിയിലേക്ക് എത്താൻ കഴിയുന്ന തെളിവുകളാണ്. അതിനായുള്ള ശാസ്ത്രീയ പരിശോധനയ്ക്കൊപ്പം ആ സാഹചര്യ തെളിവുകൾ, അല്ലെങ്കിൽ ആ സ്ഥലത്തു നിന്നുള്ള തെളിവുകൾ അത് ശേഖരിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. ഈ CCTV ദൃശ്യങ്ങളിൽ കാണുന്ന സമയം, ഒപ്പം കുഞ്ഞിനെ കിട്ടിയ സമയം, അതിനിടയിലുള്ള 2 മണിക്കൂർ പ്രതി അവിടെ വന്നതിന് ശേഷം എവിടേക്ക് പോയി എന്നതിലടക്കം നിർണായക വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഓടയിൽ എറിയുകയല്ല, അവിടെ കൊണ്ട് കിടത്തുകയായിരുന്നു എന്ന് കുഞ്ഞിന്റെ ശരീരത്തിൽ മുറിവില്ലാത്തതിൽ നിന്ന് വ്യക്തമാണ്. അങ്ങനെയുള്ള പല കാര്യങ്ങൾ, പല ഘടകങ്ങൾ പരിശോധിച്ചാണോ ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത് അഞ്ജു? സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടിയുടെ ദേഹത്ത് യാതൊരുവിധ മുറിവുകളൊന്നും സംഭവിച്ചില്ല. കുട്ടിയെ സുരക്ഷിതമായിട്ട് ഇവിടെ ഉപേക്ഷിച്ച് പോകുകയായിരുന്നു എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഒരാളാണോ, ഇതിന് പിന്നിൽ മറ്റാരൊക്കെ ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും ഇവിടെ വന്നു പോയതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും തെളിവുകൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഈ ഫോറൻസിക് സംഘം ഇപ്പോൾ അത് കൃത്യമായി പരിശോധിക്കുകയാണ്. ആ പരിശോധനയ്ക്ക് ശേഷം അപാകതകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടുക തന്നെ ചെയ്യും. DCP ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘം ഇപ്പോഴും ഈ ഓടയ്ക്കുള്ളിൽ പരിശോധന നടത്തുന്നതിന് ഫോറൻസിക് സംഘത്തിന് ഒപ്പമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ ഇവിടെ പരിശോധന തുടരുകയാണ്. എന്തായാലും കുട്ടിയെ കണ്ടെത്തിയിട്ടുള്ള സ്ഥലത്ത് നിന്ന് അല്പം മാറിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇവർ പരിശോധന നടത്തുന്നത്. ഈ മതിലിനോട് തൊട്ടുള്ള ഭാഗത്തേക്ക് ഇപ്പോൾ ആ ദൃശ്യങ്ങൾ ഒരുപക്ഷെ കാണാമായിരിക്കും പ്രേക്ഷകർക്ക്. ആ മതിലിലൊക്കെ കയറിയിട്ടാണ് ഫോറൻസിക് സംഘം ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ എന്നതാണ് നിർണായകമായിട്ട് മാറാൻ ആകുക. ഇപ്പോൾ ഒരു കല്ല് ഒക്കെ മാറ്റാൻ, അതായത് ഈ മതിലിന്, ബ്രഹ്മോസിന്റെ മതിൽക്കെട്ടുകൾ ആണ് ഇപ്പുറത്ത് കാണുന്നത്. ഈ മതിൽക്കെട്ടിന്റെ ഉള്ളിലെ കല്ലുൾപ്പെടെയൊക്കെ മാറ്റിയിട്ട് കൊണ്ടുള്ള ഒരു പരിശോധന ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് ദൃശ്യങ്ങളിൽ കാണാനും സാധിക്കും. കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് അല്പം മാറിയിട്ട്, കുറച്ച് ഒന്ന് മാറിയിട്ടുള്ള സ്ഥലത്താണ് പോലീസ് സംഘം. കുഞ്ഞിനെ കിട്ടിയ സ്ഥലത്ത് നിന്ന് കുറച്ച് മാറിയാണ് ഈ മതിൽ സ്ഥിതി ചെയ്യുന്നത്. കുഞ്ഞിനെ കിട്ടിയത് ഒരു പൊന്തക്കാടിനോട് ചേർന്നുള്ള ഭാഗത്ത് നിന്നാണ്. ഈ മതിൽ കടന്നു പോകാനുള്ള സാഹചര്യം, അങ്ങനെ പല സാഹചര്യങ്ങൾ പരിശോധിക്കുമല്ലോ. സ്വാഭാവികമായും കുഞ്ഞുമായി വന്ന വഴിയിലൂടെ തിരിച്ചു പോയിട്ടില്ല എന്ന ഒരു നിഗമനത്തിൽ ഇതിനകം അന്വേഷണ സംഘം എത്തിയതിന്റെ ഒരു പശ്ചാത്തലത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ, എങ്ങോട്ടൊക്കെ പോകാം, അത് സംബന്ധിച്ചുള്ള പരിശോധനകൾ പഴുതടച്ച് ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ അഞ്ജു? അതെ സുജിയ, രക്ഷപ്പെട്ടു പോകാനും അതുപോലെ കൊണ്ടുവന്നിട്ടുള്ള സ്ഥലങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ നിലവിൽ പരിശോധന പുരോഗമിക്കുന്നത്. ഈ മതിൽക്കെട്ടുകളൊക്കെ അരിച്ചു പിറക്കിക്കൊണ്ട് ഫോറൻസിക് സംഘം പരിശോധിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ തെളിവ് അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ തെളിവ് പ്രതിയിലേക്ക് എത്താനുള്ള നിർണായകമായിട്ടുള്ള ഘടകമായി മാറിത്തീരും. അതിനാൽ തന്നെ പരിശോധന അത് പരിശോധനയുടെ വിവരങ്ങൾ ശേഖരിക്കുക. ഇപ്പോൾ പരിശോധന നടക്കുന്ന DCP നിതിൻ രാജും സംഘവും പരിശോധന നടത്തുന്ന സ്ഥലത്തു നിന്നാണ് അഞ്ജു ജയപ്രകാശ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം